ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ കൊച്ചുമുതലാളി കലാപരിപാടികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഡ്യൂട്ടി വന്നിട്ട് ആശാരിപ്പണിയാണ്. അമ്മ അടുക്കള ഭാഗത്തു നിന്ന് അടക്ക പൊളിക്കുന്ന കണ്ടിട്ട് ആശാൻ്റെ കയ്യിൽ കത്തി കിട്ടിയേ പറ്റൂ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ ഉള്ള ഒരു അധികം മൂർച്ചയൊന്നുമില്ലാത്തൊരു കത്തി ഉണ്ടായിരുന്നു. അതെടുത്ത് ആശാൻ്റെ കൈ കൊടുത്തു. അത് കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം ഭയങ്കര വാശി പിടിക്കലും ഓരോന്നും എടുത്ത് എറിയലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ ആശാൻ്റെ വാശിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ ആ കിട്ടിയ കത്തി കൊണ്ടിട്ട് ആശാൻ്റെ വാതിലിൻ്റെ മുകളിൽ നല്ല രീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ ഗൈസ്. ഇതാണ് അവസ്ഥ, വീട്ടിലെ അവസ്ഥ. കൂടാതെ ഞാൻ എന്താ പറയുക, വോളിൽ കുറച്ച് ഫ്രെയിം നമുക്ക് ഒട്ടിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയോ അള്ളി കയറി പിടിച്ച് കൊണ്ടുവന്നിട്ട് അതെടുത്ത് തലയിൽ ഹെയർ ബാൻഡ് പോലെ വെച്ചതാണ്. ആശാൻ അറിയില്ലായിരുന്നു അത് വെച്ച് കഴിഞ്ഞാൽ മുടി അതിൻ്റെ മുകളിൽ ഒട്ടിപ്പോകും. പിന്നെ അത് പറിച്ചെടുക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. കുറേ നേരം ആശാൻ അത് പറിക്കാൻ നോക്കി. കുറച്ചൊക്കെ കിട്ടി, ബാക്കി ചെറിയൊരു പോർഷൻ ആശാൻ എത്ര വെച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. ഞാൻ നല്ല രീതിയിൽ അത് അവിടുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അവൻ കരയട്ടെന്ന് വെച്ച് അവനെ കുറച്ച് നേരം കരയിപ്പിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അതിനെ വലിച്ചൂരി കൊടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ അവൻ്റെ മുടി പറഞ്ഞു പോകുന്നതൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ നല്ല സങ്കടമായിട്ടുണ്ട്. ഇനി എന്തായാലും ആ സ്റ്റിക്കർ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരങ്ങളൊന്നുമില്ല. കാരണം അതിൻ്റെ പശയെല്ലാം പോയിട്ടുണ്ട്. കാരണം രാവിലെ മുതൽക്കേ അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ കാണുമ്പോൾ ഞാനത് വാങ്ങിച്ചു വെക്കും. എന്നാലും എൻ്റെ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോഴത്തേക്കിനും മൂപ്പർ അതെടുത്തിട്ട് വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടാൻ തുടങ്ങും. എന്തായാലും ഒരു രക്ഷയില്ല ഗൈസ്. ആശാൻ്റെ വികൃതിക്ക് മുന്നിൽ ഒരു രക്ഷയില്ല. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.